ഹേ ഗൈസ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പം ഞാൻ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പം എന്തായാലും റെഡി ആവണം. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുഖമൊക്കെ നല്ല രീതിക്ക് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എമോലിനാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറായിട്ട്. എനിക്ക് എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എമോലിനാണ് യൂസ് ആക്കുന്നത്. ഏകദേശം ഒരു 4 വർഷമായിട്ട് എമോലിൻ തന്നെയാണ്. പിന്നെ ഞാൻ സൺസ്ക്രീമാണ് ഇടുന്നത്. ഡോട്ട് ആൻഡ് കീയുടെയാണ് സൺസ്ക്രീം യൂസ് ചെയ്യുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീമാണ്. കിട്ടുന്ന തന്നെ തോന്നത്തില്ല. മുഖത്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിപ്പോൾ സൺസ്ക്രീം ഇടാണ്ടൊന്നും പുറത്തിറങ്ങാനേ പറ്റില്ലല്ലോ, ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പോൾ സൺസ്ക്രീം ഇട്ടു. അതിനുശേഷം കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കൺസീലർ. അപ്പം നല്ലൊരു കവറേജുള്ള കൺസീലറാണ്. അപ്പം നമുക്ക് കൺസീൽ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാം. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ഥിരമായിട്ടൊന്നും കൺസീലർ യൂസ് ചെയ്യുന്ന ആളല്ല. നമുക്ക് എന്തെങ്കിലും ഒക്കേഷനൊക്കെ വരുമ്പോൾ അങ്ങനെ മാത്രം നമുക്ക് കവറേജ് കിട്ടേണ്ട സമയങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ കൺസീലർ യൂസ് ആക്കലുള്ളൂ. അപ്പം നല്ല രീതിക്ക് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൺസീലറൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഓൾറെഡി എൻ്റെ ഐബ്രോ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മസ്കാര ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്, ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെക്കുന്നത് പൊട്ടാണ്. ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ മെയിനായിട്ട് ഞാൻ പൊട്ട് വയ്ക്കും. അപ്പോൾ ഇതാ പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ലാഷസൊക്കെ ഒന്ന് കേൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടി കേൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ലിപ്പ് ലൈനർ ചെയ്യാം. അപ്പോൾ നമുക്ക് ലിപ്പ് ലൈനർ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഒരു 70 റുപ്പീസ് വരുന്ന ഒരു ലിപ്പ് ലൈനറാണ്. അടിപൊളിയാണ്. ദെൻ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു മാഴ്സിൻ്റെ ആണ്. അപ്പം ആരെങ്കിലും ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ദെൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലഷ് നമുക്ക് 2 ചീക്സിലും ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് എടുത്തിട്ട് ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഐ ഷാഡോ പോലെ ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ബ്ലഷൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഐലൈനർ വരച്ച് കൊടുക്കുക. ഞാൻ ഫോണിൽ നോക്കി വരച്ച് കൊടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ മിററിൽ പോയി ഐലൈനറൊക്കെ വരച്ച് എഴുതി. അതിനുശേഷം 2 ഇയറിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ മുടി അഴിച്ചിട്ടു ആദ്യം. പിന്നെ നമുക്ക് കൺഫ്യൂഷനായി. അഴിച്ചിട്ടപ്പം എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ അത് കെട്ടി വെച്ച് നോക്കിയപ്പോഴും എനിക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവസാനം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് പോണി ടൈലാണല്ലോ. അപ്പോൾ പോണി ടൈലൊക്കെ കിട്ടി. കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത